പണ്ട് പണ്ട് വളരെ പണ്ട് സൈക്കോ എന്നൊരു പെൺകുട്ടിയും ലോഗോസ് എന്നൊരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ അഗാധമായ പ്രണയമായിരുന്നു. ഒടുവിൽ അവർ വിവാഹം ചെയ്തു. അവർക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ പേരാണ് സൈക്കോളജി. ഈ സൈക്കോളജിയുടെ പേര് അത്ര തന്നെ ചർച്ചാ വിഷയമായി. ഒരു ദിവസം പണ്ഡിതനായ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും കുട്ടിയെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ സൈക്കോളജി എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ ആത്മാവിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ അത് കേട്ട് വന്ന് കാൻ്റ് എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു, ഏയ് എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്? ഒരിക്കലും അത് ആത്മാവിൻ്റെ ശാസ്ത്രമല്ല, അത് മനസ്സിൻ്റെ ശാസ്ത്രമാണ്. എപ്പോഴും അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിനെ പഠിക്കുക എന്നുള്ളതല്ലേ. ഓ, ഈ രണ്ട് പേരുകളും ഇഷ്ടപ്പെട്ടില്ല വില്യം ജെയിംസ് എന്ന കൂട്ടുകാരന്. അദ്ദേഹം പറഞ്ഞു, ഏയ് അത് ബോധമണ്ഡലത്തിൻ്റെ പഠനമാണ്. ഈ മൂന്ന് പേരുകളെ ഇഷ്ടപ്പെടാത്ത JB വാട്സൺ പറഞ്ഞു, നോക്കൂ, സൈക്കോളജി എന്ന പദത്തിന് വ്യവഹാരത്തിൻ്റെ ശാസ്ത്രം എന്നുകൂടി അർത്ഥമില്ലേ. 4 പേരും ഇങ്ങനെ പല വിധത്തിൽ പറയുന്നത് കേട്ട് RS വുഡ്വർത്ത് എന്ന ഒരാൾ അവിടേക്ക് വന്നു. അയാൾ പറഞ്ഞു, ഓ, ഈ സൈക്കോളജി, അതിന് ആദ്യം തന്നെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നെ മനസ്സും നഷ്ടപ്പെട്ടു, പിന്നെ ബോധം അത് നഷ്ടപ്പെട്ടേയിരിക്കുന്നു. ഇപ്പോൾ അതിനൊരു വ്യവഹാരമുണ്ട്. എല്ലാവരും RS വുഡ്വർത്തിൻ്റെ അഭിപ്രായം മാനിച്ചു.